ലൈഫിലെ ഓരോ പ്രധാന നിമിഷങ്ങളും പ്രവാസി അതിന് ശേഷം ഒറ്റക്കാണ് അനുഭവിക്കാറുള്ളത്, സന്തോഷിക്കാറുള്ളത്. അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജോലിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, കുട്ടികളുടെ ബർത്ത്ഡേ ആണെങ്കിലും ശരി, നമ്മുടെ ലൈഫിൽ ഓരോ മുഹൂർത്തങ്ങളാണെങ്കിലും ശരി, വെഡിങ് ആനിവേഴ്സറി ഒക്കെ പലപ്പോഴും ഒറ്റക്കാണ്. എൻ്റെ വെഡിങ് ആണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ? കാണിച്ചു കൊടുത്താ മാസിൻ്റെ അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ്, സാമിൻ്റെ സെറ്റ് അവൻ്റെ ബർത്ത്ഡേ ആണ്, യസ്ദിൻ്റെ വൈയാണ്. 3 പേരുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞ്, ഷമീന മൻസൂർ. അതിന് ഭാഗമായിട്ട് ഒരൊറ്റ കേക്കിൽ ഞങ്ങൾ ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ആഘോഷിക്കുകയാണ്. കാരണം ഒരുപാട് പ്രവാസികൾ ഇങ്ങനെ തന്നെയാണ്. കാരണം വിശിഷ്ട ദിവസങ്ങളൊന്നും കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നാട്ടിൽ നമ്മൾ പൈസ അയച്ചു കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും, കുട്ടികൾ സർപ്രൈസ് കൊടുക്കും. പക്ഷേ ഒരുമിച്ച് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. വളരെ അപൂർവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാട്ടിലേക്ക് ഗൾഫ് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ ആഗ്രഹമാണ് കേക്ക് വാങ്ങി കട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങി പോകാട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല ആരോഗ്യ ദീർഘായുസ് കൊടുക്കട്ടെ. ആരെങ്കിലുമൊക്കെ പ്രവാസികൾ ഉണ്ടെങ്കിൽ, വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഒറ്റ കേക്കിൽ എല്ലാം ഒതുക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ. ബൈ ബൈ.